സുധീഷിന്റെ ആ പ്രതികാരം എന്താണെന്ന് അറിയാനായി ആവണി കാതോർത്തു. അവളെ നോക്കിയിട്ട് സുധീഷ് തന്റെ ഫോൺ എടുത്തു. മുരുകൻ കാട്ടാക്കടയുടെ നീ അടുത്തുണ്ടായിരുന്ന കാരണം എന്ന കവിത അവൻ പ്ലേ ചെയ്തു. സുധീഷിനൊപ്പം ആവണിയും ആ കവിതയിൽ ലയിച്ചിരുന്നു പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതേസമയം സുധീഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. കവിതയിലെ ഓരോ വരികളും അവളുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചു. അഖിലേഷുമൊത്തുള്ള വർണ്ണപ്പകിട്ടേറിയ പഴയ ഓർമ്മകളിലേക്ക് അവളുടെ മനസ്സ് സഞ്ചരിച്ചു. സുധീഷിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. മറക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളും തിരശീലയിലെന്ന പോലെ സുധീഷിന്റെ മനസ്സിലൂടെ കടന്നുപോയി. കവിത തീർന്നിട്ടും നിമിഷങ്ങളോളം മുറിയിൽ നിശബ്ദ തളം കെട്ടി നിന്നു. ഇരുവരും കുറച്ചേരത്തേക്കൊന്നും സംസാരിച്ചില്ല. ഒടുവിൽ സുധീഷ് തന്നെ അവർക്കിടയിലെ മൗനത്തിന് വിരാമം വിട്ടുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. നിനക്കറിയണ്ട ആവണി ആ കഥ, ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. ആര്യ, ഞാൻ പോലും അറിയാതെ അപ്രതീക്ഷിതമായി എന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നു. 4 വർഷം മുമ്പാ ആര്യയെ ഞാൻ പരിചയപ്പെടുന്നു. കമ്പനിയിൽ എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു ആര്യ. ഇന്റർവ്യൂ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ അവളെ കാണുന്നത്. അപ്പോഴൊന്നും എനിക്ക് അവളോട് പ്രത്യേകിച്ചും തോന്നിയിരുന്നില്ല. എന്നാൽ പതിയെ പതിയെ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു. കമ്പനി ആവശ്യങ്ങൾക്കായി പലപ്പോഴും 1-2 ദിവസത്തെ ദീർഘദൂര യാത്രകൾ അനിവാര്യമായിരുന്നു. ആ യാത്രകളിൽ മിക്കവാറും അവൾ എൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട്. ആ ബിസിനസ് യാത്രകൾ ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുപ്പിച്ചു. ഒരു ദിവസം രണ്ടും കൽപ്പിച്ചത് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അവളും എപ്പോഴോ എന്നെ സ്നേഹിച്ച് തുടങ്ങിയിരുന്നു. പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. അതുപോലെ യാത്രയിലായിരുന്നു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ ഒന്നായി മാറിയത്. പിന്നീടാണ് ഓരോരോ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ തുടങ്ങിയത്. അതുവരെ ഇല്ലാതിരുന്ന ഒരു അധികാരഭാവം ആ സമ്പത്തിന് ശേഷം ഞാൻ കാണിക്കാൻ തുടങ്ങി. അവൾ മറ്റാരോടെങ്കിലും മിണ്ടുന്നോ ഒന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഒരിക്കലും എന്നിൽ നിന്ന് ആരും അകന്നു പോവാതിരിക്കാനാണ് അവളെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയത്. എന്നിലെ സ്വാർത്ഥ ചിന്ത ഉയർന്നു. എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കൽ പോലും സ്നേഹത്തോടെ കഴിയുന്ന ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ എപ്പോഴും അമ്മയെ പേടിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അമ്മയാണ്. എപ്പോഴും അച്ഛനേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു അമ്മ. ചെറുപ്പം മുതൽ ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും അമ്മ സാധിച്ചിരിക്കുകയും അച്ഛൻ്റെ പല തീരുമാനങ്ങളും ധിക്കരിച്ചുകൊണ്ട് എൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നത് അമ്മയായിരുന്നു. എന്നെ വാശിക്കാരനും ദേഷ്യക്കാരനുമാക്കിയത് അമ്മ തന്നെയാണ്. എൻ്റെ കണ്ണിൽ അന്ന് തൊട്ട് ഇന്ന് വരെ അമ്മ തന്നെയായിരുന്നു ശരി. സ്വന്തമായ ഒരു നിലപാടില്ലാതെ അമ്മയെ അനുസരിച്ച് ഒന്നും മിണ്ടാതെ കഴിയുന്ന അച്ഛൻ എനിക്ക് കടുത്ത വെല്ലുവിളിയായിരുന്നു. നാളെ ഒരിക്കൽ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി അമ്മയെപ്പോലെ എന്നെ ഭരിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യുന്നു സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. അച്ഛനെപ്പോലെ നാളെ ഞാനും ഭാര്യയുടെ അടിമയായി ജീവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു. അതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവളിൽ എൻ്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അവളുടെ ഇഷ്ടങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ അവളെ അടിച്ചേൽപ്പിച്ചു. എൻ്റെ ഭാര്യയായി അവൾ ഈ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ച് അടങ്ങിയൊതുങ്ങി കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആര്യയ്ക്ക് അവളുടേതായ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. MBA ഫസ്റ്റ് റാങ്കോടെ പാസ്സായതാണ് അവൾ. ഒരുപാട് സ്വപ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഭർത്താവിനെ ദൈവമായി കണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാധാരണ ഭാര്യയായിരുന്നു. പെണ്ണിന് സ്വന്തമായി ജോലിക്കായാൽ ഭർത്താവിന് വകവെക്കില്ലെന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം കണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലിക്കൊന്നും വീട്ടിലും തീർത്ത് പറഞ്ഞു. ആ സമയം അവൾക്ക് മറ്റു കമ്പനികളിൽ നിന്ന് ഉയർന്ന സാലറി ഓഫറൊക്കെ വന്നിരുന്നു. വിദേശത്ത് നിന്ന് നല്ല ജോലി സാധ്യതകളൊക്കെ അവൾ തേടിയെത്തി. ആദ്യമൊക്കെ എൻ്റെ പിടിവാശിക്കുമ്പോൾ കീഴടങ്ങി ഞാൻ പറയുന്നതിൽ അനുസരിച്ച് അവൾ നിന്നു. തുടക്കത്തിൽ നല്ല സ്നേഹത്തിലായിരുന്നെങ്കിലും പിന്നീട് ആ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ തെറ്റ് തന്നെയായിരുന്നു അവൾ ഇട്ടിട്ട് പോകാൻ കാരണം. പക്ഷെ ഞാനിങ്ങനെയൊക്കെ ചെയ്ത് അവൾ എന്നെ വിട്ടു പോവാതിരിക്കാനായിരുന്നു. അവളുടെ ജീവിതത്തിൽ ദൈനംദിനം സംഭവിക്കുന്ന ഇന്നത്തെ ചെറിയ കാര്യങ്ങൾ പോലും അവൾ എന്നോട് പറയുമായിരുന്നു. പതിയെ പതിയെ അവൾ എന്നോടൊന്നും പറയാതെയായി. കൂട്ടുകാരുടെ കൂടെ അവൾ ഷോപ്പിങ്ങിന് പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു ഒന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നോട് പല കള്ളങ്ങളും പറഞ്ഞ് അവൾ കൂട്ടുകാരുമായി കറങ്ങി നടന്നു. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ എന്താവശ്യം സാധിച്ചു കൊടുക്കാനും സിനിമക്കോ ഷോപ്പിങ്ങിനോ കൊണ്ടുപോകാൻ ഞാനുള്ളപ്പോൾ അവൾ എന്നോട് കള്ളം പറഞ്ഞ് അവരോടൊത്ത് നടന്ന് എനിക്ക് തീരെ സഹിച്ചില്ല. ഒരിക്കൽ നടുറോട്ടിൽ വെച്ച് കൂട്ടുകാരോടൊപ്പം അവളെ കണ്ടതിന് എനിക്ക് തല്ലേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവളത് അനുസരിക്കാതിരിക്കുന്നേണ്ട തല്ലുന്നതും പതിവായി. ഞാൻ പറയുന്നത് മാത്രമേ അവൾ ചെയ്യാവൂ എന്ന് ഞാൻ ശഠിച്ചു. പിണക്കങ്ങളും പരിഭവങ്ങളും വഴക്കുകളൊക്കെ ഞങ്ങൾക്കിടയിൽ പതിവായി. ആദ്യമൊക്കെ ഞാൻ മിണ്ടാതെ പിണങ്ങിയിരിക്കുമ്പോൾ മിണ്ടി വന്നിരുന്ന ആര്യ പിന്നെ വരാതെയായി. എൻ്റെ കമ്പനിയിൽ നിന്ന് ജോലി രാജിവെച്ച് അവൾ പോയി. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ അവൾ കൂട്ടാക്കിയില്ല. അവൾ ഇന്ന് വരും നാളെ വരും നോക്കിയെന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ തന്നെ അവളോട് പോയി മിണ്ടി. നേരിട്ട് കണ്ട് ഒരുപാട് ക്ഷമ ചോദിച്ചു. എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് അവൾ വീണ്ടും എന്നെ സ്വീകരിച്ചു. കുറച്ചു ദിവസം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. അപ്പോഴാണ് അവൾക്ക് അമേരിക്കയിലെ ഒരു പ്രശസ്തമായ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ശരിയായത്. ആര്യയുടെ സ്വപ്നമായിരുന്നു അമേരിക്കയിൽ പോകണമെന്നത്. ആദ്യമൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് നല്ല അവസരങ്ങൾ അവൾ വേണ്ടെന്ന് വെച്ചിരുന്നു. എന്നാൽ ഈ ജോലിക്ക് പോയേ പറ്റുമെന്ന് അവൾ വാശി പിടിച്ചു. എൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അവൾ അമേരിക്കയിൽ പോകാൻ തയ്യാറെടുത്തു. അതിൻ്റെ പേരിൽ ഞങ്ങൾ ബീച്ചിൽ വെച്ച് കുറേ വഴക്കിട്ടു. അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഞാൻ അവൾ അറിയാതെ അടിച്ചുപോയി. നാണക്കേടും സങ്കടം കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. പിന്നീട് അവൾ പിരിയാമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. അത്രക്കും സഹിയിട്ടപ്പോഴാണ് ആര്യ ബ്രേക്കപ്പ് പറഞ്ഞു പോയത്. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. പിന്നീടാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്.
അവളുടെ വിവാഹം മറ്റൊരാളുമായി തീരുമാനിച്ചുറപ്പിച്ചത്. അന്ന് തകർന്നുപോയി ഞാൻ. അപ്പോഴേക്ക് അവളുടെ സ്വഭാവം അത്രയേറെ എന്നെ കടന്ന് ആക്രമിച്ചിരുന്നു. എന്തൊക്കെ ചെയ്താലും തല്ലിയാലും പണിങ്ങിയാലും ഒരിക്കലും അവളെ മറക്കാനോ വെറുക്കാനോ എനിക്ക് കഴിയുമായിരുന്നില്ല. എന്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ പോയി കുറെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞതാ എന്നോട് ക്ഷമിക്കാൻ. ജോലിക്ക് പോയിക്കൊള്ളാനും സമ്മതിച്ചു. പക്ഷെ അവൾ ക്ഷമിച്ചില്ല. ഒരവസരം കൂടെ തരാൻ ഞാൻ കെഞ്ചി പറഞ്ഞിട്ടും അവൾ ചെവിക്കൊണ്ടില്ല. വീണ്ടും ഞാൻ പഴയതുപോലെ പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും ഞാൻ അവൾക്ക് സ്വസ്ഥത കൊടുത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ സഹിച്ചില്ല. ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്നവൾ പറഞ്ഞു. പട്ടിയെപ്പോലെ കെഞ്ചിയിട്ടും ഒരവസരം തന്നില്ല. ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമായിരുന്നു. ആര്യ എന്നിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹം ഞാൻ നൽകുമായിരുന്നു. ഒന്നിനു വേണ്ടി വാശി പിടിക്കില്ലായിരുന്നു. ആര്യ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവൾക്കെന്നെ മാറ്റിയെടുക്കാമായിരുന്നു. സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാമായിരുന്നു. പക്ഷെ എന്നേക്കുമായി ബൈ പറഞ്ഞ് അവൾ പോയി. 6 മാസം മുമ്പേ ആര്യയുടെ കല്യാണം കഴിഞ്ഞ മാസം അവൾ തിരിച്ച് അമേരിക്കയിലേക്ക് പോയി. ഹസ്ബൻഡ് സിംഗപ്പൂരിൽ ഡോക്ടർ. എല്ലാം കേട്ടുകൊണ്ടെന്ന് ആര്യ പറഞ്ഞു. ആര്യ ചെയ്താണ് ശരി. ഒരു പെണ്ണിന് ഇതൊന്നും അംഗീകരിച്ചു തരാൻ കഴിയില്ല. ആദ്യമേ അവളെ മനസ്സിലാക്കി അവളുടെ ഉയർച്ചയിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്നെങ്കിൽ കൈവിട്ട് പോവില്ലായിരുന്നു. ക്ഷമിക്കാവുന്നതിന്റെ മാക്സിമം ക്ഷമിച്ചും സഹിച്ചും കൂടെ നിന്നല്ലേ. അപ്പൊ അവൾക്കൊരു പരിഗണനയും കൊടുത്തില്ലല്ലോ. അവസാനം കാല് പിടിച്ച് മാപ്പറഞ്ഞു നിന്നിട്ടൊരു കാര്യമില്ല. വീണ്ടും പഴയതുപോലെ സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ പാത്രത്തിന് സമാധാനം കൊടുക്കണമായിരുന്നു. അവളുടെ ഇഷ്ടങ്ങൾ കൂടി അംഗീകരിച്ച് കൊടുക്കണമായിരുന്നു. പിന്നീട് തെറ്റ് മനസ്സിലാക്കി ചെല്ലുമ്പോഴേക്കും കൈവിട്ട് പോയിരിക്കും. നിങ്ങളോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നു. നീയും എന്നെ കുറ്റപ്പെടുത്തുന്ന ആവണി, സുധീഷ് പറഞ്ഞു. നിങ്ങളവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതല്ലേ? പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ പിന്നാലുള്ള വേദന ആരെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എന്നിട്ടും നിങ്ങൾ എന്നെ അഖിലേഷനെയും തമ്മിൽ പിരിച്ചു കളഞ്ഞില്ലേ? എന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങളുടെ പ്രണയം നഷ്ടമാകാൻ കാരണം ഞാനാണോ? അല്ലല്ലോ. നിങ്ങളുടെ കയ്യിരിപ്പുണ്ടല്ലേ അവൾ വേണ്ടെന്ന് വെച്ച് പോയത്. എനിക്ക് കിട്ടാത്ത നിനക്കും കിട്ടരുത് ഞാൻ ആഗ്രഹിച്ചു. നിന്റെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. ഒരവസരം ആരും എനിക്ക് തന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അവൾ വേണ്ടെന്ന് പറഞ്ഞു പോയപ്പോൾ അന്ന് മരിച്ചതാ സുധീഷ്. പിന്നെ പ്രണയിക്കുന്നവരോട് ഒരുതരം അസൂയയായിരുന്നു. കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്ന് പറയുന്ന പോലെ എനിക്ക് നഷ്ടമായ പ്രണയം മറ്റുള്ളവർക്കും കിട്ടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരുപക്ഷെ അന്ന് പിന്നാണം വന്നപ്പോൾ മറ്റെന്തെങ്കിലും കാരണമാണ് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിവാഹത്തിൽ നിന്നും പിന്മാറുമായിരുന്നു. മറ്റൊരാളെ സ്നേഹിക്കുന്നു നീ എന്ന് പറഞ്ഞപ്പോൾ എന്നെ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം വേറൊന്നുമല്ല, ആര്യയുടെ സ്ഥാനത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുപോലെ അഖിലേഷിനെ സ്നേഹിച്ച നിനക്ക് മനസ്സുകൊണ്ട് എന്നെ സ്വീകരിക്കാനും കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ സ്ഥാനത്ത് ആരായാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. എനിക്കിഷ്ടമല്ല സ്നേഹിക്കുന്നവർ ഒരുമിക്കുന്നു. എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുത്. സുധീഷിന്റെ മുഖം വടിഞ്ഞു മുറുകി. അവന്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന വിഷാദഭാവം ദേഷ്യമായി മാറി. കണ്ണുകൾ കത്തിച്ചൊടിച്ച്. വിവാഹ ദിവസം രാത്രി നിങ്ങൾ പുറത്ത് മാറിന്ന് ഫോൺ വിളിച്ച് അവളെയായിരുന്നു. അത് നീ കണ്ടിരുന്നു. അന്ന് നമ്മുടെ വിവാഹമായിരുന്നില്ലേ? വിവാഹമംഗളാശംസകൾ അറിയിക്കാൻ വിളിച്ചതായിരുന്നു ആര്യ. ഇവിടെ രാത്രി ആയിരിക്കുമ്പോൾ അവിടെ പകലാണല്ലോ. അന്ന് ഞാൻ അവളോട് പറഞ്ഞു, എന്നെ മറന്ന് പുതിയ ജീവിതം നയിക്കാൻ അവൾക്ക് സാധിച്ചുവെങ്കിലും അവളെ മറന്നുകൊണ്ടൊരു ജീവിതം എനിക്കുണ്ടാവില്ലെന്ന്. ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല സുധീഷേട്ട. നിങ്ങൾക്ക് ആരെയും സ്വന്തമാക്കാൻ കഴിയാത്ത നിങ്ങളുടെ കയ്യിൽ തെറ്റുണ്ടാ. അത് സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കാതെ തനിക്ക് കിട്ടാത്ത മറ്റുള്ളവർക്ക് കിട്ടുമെന്ന് ചിന്തിച്ച നിങ്ങൾ പ്രാന്താണോ? നിങ്ങൾക്കും നിങ്ങളുടെ അമ്മക്കും പ്രാന്താണ്. മറ്റുള്ളവരുടെ ജീവിതം വെച്ചാൽ നിങ്ങൾ കളിച്ചത്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത്. സൈക്കോ ആണ് നിങ്ങൾ, വെറും സൈക്കോ. സ്വന്തം കാര്യം മാത്രം നിങ്ങൾക്ക് വലുത്, മറ്റുള്ളവരുടെ ഫീലിംഗ്സിന് വിലയില്ല. അറപ്പോടെ ആവണി പറഞ്ഞു. അതേടി, ഞാൻ സൈക്കോ തന്നെയാ. മറ്റവനെ കെട്ടി സുഖിച്ച് നീ ജീവിക്കാതിരിക്കാൻ തന്നെയാ ഞാൻ നിന്നെ കെട്ടിയത്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവരുടെ വേദന കൂടി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ആരും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെറുപ്പോടെ ആവണി മുഖം വെട്ടി തിരിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വൈരാഗ്യം കലർന്നൊരു പുൻസിലിയോടെ അവനത് നോക്കി നിന്നു. ഒരു വേള ആര്യോർത്ത് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇടതുവെഞ്ചിൽ പച്ചകുത്തി വെച്ച ആര്യയുടെ പേരിൽ അവൻ വിരലോടിച്ചു. സ്റ്റിൽ ഐ ലവ് യു ആര്യ. അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു.